Hi dear students, let's talk history. So നമ്മൾ ഇത്രയും ദിവസവും ക്ലാസ്സുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? നമ്മുടെ ഓരോ ടോപ്പിക്കിനും സിലബസ് ബേസ് ആയിട്ട് ക്ലാസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡിങ് മോഡേൺ വേൾഡ്. നമ്മൾ മോഡേൺ വേൾഡിന്റെ സിലബസ് ബേസ് ചെയ്ത് പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? അപ്പോൾ പറഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്കുകൾ, നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ് വാർ, ദെൻ അതിൻ്റെ റീസൺസ്, അതുപോലെ കുറേ ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന പോലെ എനിക്ക് തോന്നി. കുറച്ച് പേര് പറഞ്ഞു ഇതൊരു വൃത്തികെട്ട പേപ്പറാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരിക്കലും പറയരുത്. എല്ലാ പേപ്പറുകളും നമുക്ക് പഠിക്കണം. അത് അങ്ങനെ ആ ഒരു മനോഭാവത്തോടെ, ഒരു മെൻറ്റാലിറ്റിയോടെ നമ്മൾ അതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് പഠിക്കാൻ ഒട്ടും തോന്നില്ല. നമുക്ക് പറ്റും, നമുക്ക് എന്തും പഠിക്കാൻ പറ്റും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നമ്മൾ ഇരിക്കുക. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, കോൾഡ് വാർ, ചൈനീസ് റെവല്യൂഷൻ, ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂസ്, നമ്മുടെ സോവിയറ്റ് യൂണിയൻ്റെ ഡിക്ലൈൻ്റെ റീസൺസ്, ദെൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ അതിൽ ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നമ്മൾ ഓരോ ദിവസവും തരുന്ന അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ഓൺ ടൈമിൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. എക്സാമിനോട് അടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് ടൈമിൽ വരും. ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിർബന്ധമായിട്ടും പ്രസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ക്യാപിറ്റലിസം ആൻഡ് കൊളോണിയലിസം ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ കാണായികയല്ല, ക്ലാസ്സുകൾ വരുന്നുണ്ട്. എക്സാമിന് തൊട്ട് മുമ്പായിട്ട് ഇതൊക്കെ ചെയ്ത് തീർക്കുമോ, ഇല്ലെങ്കിൽ ട്രാജഡി ആവുമെന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ തീർക്കും. നമ്മൾ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തിട്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്തിട്ട് മാത്രമേ നിങ്ങളെ ഞാൻ എക്സാം ഹോളിലേക്ക് പറഞ്ഞു വിടുള്ളൂ. അതോർത്തിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഓക്കെ, അപ്പം നമുക്ക് വേഗം നോക്കിയാലോ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. അതിന് മുമ്പായിട്ട് നമ്മളിവിടെ എസ്സേ ക്വസ്റ്റ്യൻസ്, ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ്, ദെൻ 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, അങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയുന്നത്. എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് 2 എസ്സേ ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യേണ്ടത്. 2 എസ്സേ ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യന് 15 മാർക്കാണ് നമുക്ക് ലഭിക്കുന്നത്. 15 മാർക്കാണ്. ചില എന്നോട് ചോദിക്കും ഒരു പേജ് എഴുതിയാൽ മതിയെന്ന്. ഒരു പേജിന് 15 മാർക്ക് നമുക്ക് കിട്ടുമോ? ഒരു പേജ് എഴുതിയാൽ പോരാ, മിനിമം 3 പേജ് എന്നാണ്. ചിലർ പറയുന്നത് മാക്സിമം 3 പേജ്. മാക്സിമം 3 പേജ് എന്നൊന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങളൊരു 10-20 പേജൊന്നും എഴുതണ്ട. നിങ്ങൾ ടൈം എസ്സേ ക്വസ്റ്റ്യൻ എഴുതാൻ കൃത്യമായിട്ട് പാലിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഷോർട്ട് എസ്സേക്ക് ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്കറിയാം എസ്സേ ക്വസ്റ്റ്യന് രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. പക്ഷേ നമുക്കിവിടെ ഷോർട്ട് എസ്സേ ഒരുപാടെണ്ണം ആൻസർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് എസ്സേക്ക് വേണ്ടി ഒരുപാട് സമയം കളയാതെ മാക്സിമം 1 അവറിനുള്ളിൽ നിങ്ങൾ എസ്സേ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഷോർട്ട് എസ്സേക്ക് നിങ്ങൾക്ക് കൃത്യമായ ടൈമിൽ ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ എസ്സേ ക്വസ്റ്റ്യനും ഷോർട്ട് എസ്സേക്കും ഒക്കെ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം. നിങ്ങൾക്കത് താല്പര്യമുണ്ട് എങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറയുക, കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഞാനത് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ എസ്സേ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പം നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടിരിക്കുന്നത്, റെഡ് എങ്കിൽ ഹൈലൈറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് 3 or 4 ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോകണം. ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്, പക്ഷേ ഒരുപാട് ടൈമിൽ 2 ടൈംസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ലീഗ് ഓഫ് നേഷൻസ്, അതിൻ്റെ ഒറിജിൻ, ലീഗ് ഓഫ് നേഷൻസും ഇറ്റ്സ് ഒറിജിൻ, ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ലീഗ് ഓഫ് നേഷൻസിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫെയിലിയേഴ്സും, അത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ലീഗ് ഓഫ് നേഷൻസും അതിൻ്റെ ഒറിജിനും അതിൻ്റെ സ്ട്രക്ചറും ഫെയിലിയർ എന്ന് പറഞ്ഞ് വേറൊരു ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ ലീഗ് ഓഫ് നേഷൻ എന്താണ്, അതിൻ്റെ ഒറിജിൻ എങ്ങനെയായിരുന്നു, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പഠിച്ചു വെച്ച് എഴുതുക. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്റർ വാർ പീരിയഡ് ഡെവലപ്മെന്റ്സ്. ഇന്റർ വാർ പീരിയഡ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വേൾഡ് വാറിന്റെയും സെക്കൻഡ് വേൾഡ് വാറിന്റെയും ഇടയിലുള്ള കാലഘട്ടത്തിലെ ഡെവലപ്മെന്റ് ഫേസ് എന്തായിരുന്നു, എന്തൊക്കെ ഡെവലപ്മെന്റുകളാണ് ആ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളതെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. കൃത്യമായിട്ട് പഠിക്കാൻ നമ്മൾ ക്ലാസ് ചെയ്യുന്നതായിരിക്കും അതിനെക്കുറിച്ച്. ദെൻ സ്ക്രാമ്പിൾ ഓഫ് ആഫ്രിക്ക ബൈ യൂറോപ്യൻ പവേഴ്സ്. യൂറോപ്യൻ പവേഴ്സ് എങ്ങനെയാണ് ആഫ്രിക്കയെ സ്ക്രാമ്പിൾ ചെയ്തത് അല്ലെങ്കിൽ തകർത്തത്, ഞെരുക്കിയത് എന്നുള്ളതൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദെൻ ദ കോസസ് ഓഫ് ടേമോയിൽ ഇൻ ദ മിഡിൽ ഈസ്റ്റ്. മിഡിൽ ഈസ്റ്റിലെ ആ ഒരു അവസ്ഥയുടെ കാരണം, ആ ഒരു ടേമോയിലിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്. ദെൻ റീസൺസ് ഫോർ ദ ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ്
എംപയേഴ്സ് എന്താണ്, എംപയേഴ്സിൻ്റെ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ നാട്ടുരാജ്യങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ രാജഭരണത്തിൻ്റെയൊക്കെ ഡിക്ലൈൻ എന്താണ്, അതിൻ്റെ റീസൺസ് എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന എസ്എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ എസ്എ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. ഞാൻ പറഞ്ഞു ഒരുപാട് സമയമെടുത്ത് ഒരിക്കലും എസ്എ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യരുത്. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനുള്ള ടൈമാണ് അവിടെ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഷോർട്ട് എസ്എ ക്വസ്റ്റ്യൻസ് ആണ്. ഷോർട്ട് എസ്എ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മോഡേൺ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഷോർട്ട് എസ്എ ക്വസ്റ്റ്യൻസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് LPG ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ആൻഡ് ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂസ്. ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും തന്നെ ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ഒരു മൂന്നാമത്തെ നാലാമത്തെ ലാസ്റ്റ് ഷോർട്ട് എസ്എ ക്വസ്റ്റ്യൻസിൻ്റെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. LPG ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ, ഇത് രണ്ടും ഷോർട്ട് എസ്എ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ട ഷോർട്ട് എസ്സേക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. ദെൻ ഫാക്ടേഴ്സ് ലെഡ് ടു ഗ്രേറ്റ് ഡിപ്രഷൻ 1929 ഗ്രേറ്റ് ഡിപ്രഷനിലേക്ക് നയിച്ച കാരണങ്ങൾ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നിങ്ങൾ വിചാരിക്കും 5 മാർക്കിന് എന്താണ്, ആ പോയിന്റുകൾ മാത്രം എഴുതി വെച്ചാൽ മതി, 5 പോയിന്റ് എഴുതിയാൽ 5 മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യരുത്. 5 പോയിന്റ്സ് ആണ് എങ്കിൽ ആ 5 പോയിന്റ്സിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഒരു ഹാഫ് പാരഗ്രാഫ് ആയിട്ടെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ അത്രയും നല്ലതായിരിക്കും. ദെൻ ഗ്ലോബൽ ഇമ്പാക്ട് ഓഫ് നാസിസത്തിൻ്റെ ഗ്ലോബൽ ഇമ്പാക്ട് എന്താണ് എന്നുള്ളത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഒറിജിൻ ഓഫ് ലീഗ് ഓഫ് നേഷൻസ് ആൻഡ് അതിൻ്റെ സ്ട്രക്ചർ. ലീഗ് ഓഫ് നേഷൻസിൻ്റെ ഒറിജിനും അതിൻ്റെ സ്ട്രക്ചറും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. എസ്സേയിൽ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഷോർട്ട് എസ്സേയിലും ചോദിച്ചിരിക്കുന്നത്. ഇത്രയുമാണ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനിയുമുണ്ട് റിപ്പീറ്റഡ്, ബാക്കി കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ 5 എണ്ണമാണ്. ദെൻ 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആഫ്രിക്ക ഫോർ ദ ആഫ്രിക്കൻസ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് മാനിഫെസ്റ്റോ ഫോർ ആൻറ്റി കൊളോണിയൽ ആൻഡ് ഡൊമസ്റ്റിക് ലിബറേഷൻ മൂവ്മെന്റ്സ്, എക്സ്പ്ലെയിൻ ഇറ്റ്. എന്താണ് ആഫ്രിക്കക്കാർക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് മാനിഫെസ്റ്റോ ആയിരുന്നു. കൊളോണിയലിസത്തിൻ്റെ കോളനിവൽക്കരണത്തിനെതിരെയുള്ള അവരുടെ ഡൊമസ്റ്റിക് ലിബറേഷൻ മൂവ്മെൻറ്റുകൾക്ക് ഏറ്റവും കൂടുതൽ നാഴികക്കല്ലായിട്ടുള്ളത് ഈ ആഫ്രിക്ക ഫോർ ദ ആഫ്രിക്കൻസ് എന്ന് പറയുന്ന ഒരു തീമായിരുന്നു. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇവരുടെ ആൻറ്റി കൊളോണിയൽ ഡൊമസ്റ്റിക് ലിബറേഷൻ മൂവ്മെൻറ്റ്സ്, അവരുടെ ലിബറേഷൻ മൂവ്മെൻറ്റുകളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ദെൻ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഫാസിസത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നാസിസത്തിൻ്റെ ഗ്ലോബൽ ഇമ്പാക്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഫാസിസത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ടെക്നോളജിക്കൽ ഗ്രോത്ത് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാറിലെ ടെക്നോളജിക്കൽ ഗ്രോത്ത് എന്തായിരുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. ദെൻ ഇമ്പാക്റ്റ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ് ഓൺ യൂറോപ്പ്. എന്താണ് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഇമ്പാക്റ്റും അത് യൂറോപ്പിലേക്ക് എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നുള്ളതുമാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ദെൻ ഹൗ വാസ് ദ മിഡിൽ ഈസ്റ്റ് അഫക്റ്റഡ് ബൈ അൺഇമ്പീരിയലിസം എങ്ങനെയാണ് മിഡിൽ ഈസ്റ്റിനെ അഫക്റ്റ് ചെയ്തത്. ദെൻ UNO ആൻഡ് ഇറ്റ്സ് വർക്കിംഗ്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ നമുക്കറിയാം അല്ലേ. UNO എന്താണ്, അതിൻ്റെ വർക്കിംഗ്, അത് എങ്ങനെയാണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, പ്രോസസ്സ് എന്താണ്, UNOയുടെ പ്രോസസ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്. ഇത്രയുമാണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസിലും ഇതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡ് ആയിട്ട് 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലേ നമുക്ക് ഉണ്ടാവും. അതിൽ 12 എണ്ണം ഉണ്ടാവും. അതിൽ ഏതെങ്കിലും 10 എണ്ണം എഴുതേണ്ടത്. അതിൽ 8, 9, 10, 11, 12 കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന 4 ക്വസ്റ്റ്യൻസ് ആണ്. സെൻറ്റോ, മാർഷൽ പ്ലാന്, പെരിസ്ട്രോയിക്ക, നാറ്റോ. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളുക. ഇത് എന്തായാലും വരുമായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും വരും, ഷുവറാണ്. സെൻറ്റോ, മാർഷൽ പ്ലാൻ, പെരിസ്ട്രോയിക്ക, നാറ്റോ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ മിസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിട്ടൊന്നും അല്ല കേട്ടോ പറഞ്ഞു തരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിൽ സെൻറ്റോ, മാർഷൽ പ്ലാൻ, പെരിസ്ട്രോയിക്ക, നാറ്റോ ഇത് കണ്ടിന്യൂസ് ആയിട്ട്
റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരേ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ആ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടിലേക്ക് ചോദിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻസ് ആണിത്. ദെൻ ബോർബൺ ഡൈനാസ്റ്റി വേറെ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിങ്ങൾ ഒരു പേജ് ഫുൾ ആൻസർ ഒന്നും ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ബോർബൺ ഡൈനാസ്റ്റി എന്ന് ചോദിക്കുമ്പോൾ ഡൈനാസ്റ്റി ബോർബൺ ഏത് രാജ്യത്തെ ഡൈനാസ്റ്റി ആയിരുന്നു, അത് ഏത് കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു, ആ ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട റൂളേഴ്സ് ആരൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രം എഴുതി വെക്കുക. ദെൻ തിയറി ഓഫ് ആര്യൻ സുപ്രീമസി, എന്താണ് തിയറി ഓഫ് ആര്യൻ സുപ്രീമസി എന്ന് എഴുതി വെക്കുക. ബ്ലാക്ക് തേഴ്സ്ഡേ, വാട്ട് ഡസ് മീൻ ബൈ ബ്ലാക്ക് തേഴ്സ്ഡേ. ദെൻ ബോസ്റ്റൺ ടീ പാർട്ടി, ബോസ്റ്റൺ ടീ പാർട്ടി ഏത് രാജ്യത്തുള്ളതായിരുന്നു, ഏത് സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അവരുടെ ലീഡർ ആരായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. 14 പോയിന്റ്സ്, എന്താണ് 14 പോയിന്റ്സ് എന്നുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുമുണ്ട്. നെക്സ്റ്റ് നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അടുത്ത ഷോർട്ട് ആൻസർ പറയുന്നത് ഹു വാസ് ഹോച്ചിമിൻ. ഹോച്ചിമിൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരായിരുന്നു എന്ന് മാത്രം എഴുതി വെക്കുക. ഫങ്ഷൻസ് ഓഫ് UN ജനറൽ അസംബ്ലി, ഇവിടെ ചോദിക്കുമ്പോൾ 2 മാർക്കിനെ ക്വസ്റ്റ്യൻ ഉള്ളൂ. ഫങ്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, അവിടെ ഫങ്ഷൻസ് മാത്രം എഴുതി വെച്ചാൽ മതി. 2 മാർക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഫങ്ഷൻസ് ഓഫ് UN ജനറൽ അസംബ്ലി എന്ന് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. ആ ഫങ്ഷൻസ് ഏതൊക്കെയാണോ അത് എഴുതി വെക്കുക. ദെൻ വാട്ട് വാസ് മാവോ സേതൂങ്സ് ഐഡിയോളജി, മാവോ സേതൂങ്ങിൻ്റെ ഐഡിയോളജി എന്തായിരുന്നു, ആ ഐഡിയോളജി മാത്രം എഴുതി വെച്ചാൽ മതി. വേറെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പോകുന്നില്ല. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് ദമാസ്കസ്, ദമാസ്കസിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു. ദെൻ ട്രീറ്റി ഓഫ് വെർസലൈസ്, വെർസലൈസിൻ്റെ ട്രീറ്റി ഓഫ് വെർസലൈസ് എന്താണ് എന്നുള്ളത്, ഏത് വർഷം വന്നു, എന്താണ് എന്നുള്ളത് എഴുതി വെക്കുക. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന പാർട്ട് A ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇത്രയും നമുക്ക് പ്രധാനമായിട്ടും മെയിനായിട്ട് നോക്കാനുള്ള ക്വസ്റ്റ്യൻസ്. അവിടെ അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഞാനതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. അതുപോലെ ദ ഷുഗർ ആക്ട് 1764 ഒക്കെ ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടില്ല. ദെൻ അലക്സാണ്ടർ കെയ്ൻസ്കെ, അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. മെയ്ഫ്ലവർ, ദെൻ ഡസ്റ്റ് ബോള്, ഒഫീഷ്യൽ ലാംഗ്വേജസ് ഓഫ് യുഎൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇമ്പീരിയലിസം, റസ്പുട്ടിൻ, റീസൺസ് ഫോർ ലോങ് മാർച്ച് ഇൻ ചൈനയിലെ ലോങ് മാർച്ചിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, പഠിച്ചിട്ട് തന്നെ പോവുക. ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇത് പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻസിലൂടെയൊക്കെ നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ പോവുക. നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുമ്പം ഈ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ബേസ് ആയിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾ ക്ലിയർ ആയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലുമൊക്കെ ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെയും കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ വേണമെങ്കിൽ അതുകൂടി ചോദിക്കുക. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നമ്മുടെ പരീക്ഷ ഏറ്റവും തൊട്ടടുത്ത ദിവസങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.